ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. ഇന്ന് വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രഷർ കുക്കറിൽ സിമ്പിളായിട്ട് മട്ടൻ കുറുമ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 3 വലിയ സവാള നേരിയതാക്കി അരിഞ്ഞത്, 1 പിടി വേപ്പില, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 10 പച്ചമുളക് സ്ലിറ്റ് ഇട്ട് കൊടുത്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിലേക്ക് 3/4 കിലോ മട്ടനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് തന്നെ നേരിയതാക്കി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഞാൻ 10 എടുത്തിരിക്കുന്നത്. കാരണം ഈ കറി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എരിവില്ലെങ്കിൽ ഈ കറി മധുരിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ആ വേപ്പിലിട്ട് കൊടുക്കുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഗരം മസാല ഫ്രഷ് ആയിട്ട് പൊടിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ കറി നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 4-5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നാലാണ് മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കർ മൂടി വയ്ക്കാം. 6 വിസിലാണ് ഞാൻ വരുത്തിയിരിക്കുന്നത്. 6 വിസിൽ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് പക്ഷേ 5 വിസിൽ വന്ന് അതിൻ്റെ ഇടയിൽ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 വിസിൽ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യണം. അപ്പോൾ കറി നല്ല കുറുകിയിരിക്കും. നമുക്കിനി ഈ കറിയിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. നല്ല കുറുകിയൊക്കെ വരും. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവൊക്കെ നോക്കാം. ഞാനിതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ മല്ലിയിലയും. നന്നായിട്ട് കുറുകി വരും കറി. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ ഒപ്പവും പൊറോട്ട, പുട്ട് എല്ലാത്തിൻ്റെ ഒപ്പം അടിപൊളി കറിയാണ്. ഞാനിവിടെ 4 മൂല ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റി കറി തന്നെയാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ടേസ്റ്റി ക്വീൻസ്. താങ്ക് യു.